നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ 100 തവണ പോയ അതേ ക്ഷേത്രമുറ്റത്ത് വീണ്ടും എത്തുമ്പോഴും എന്തുകൊണ്ടാണ് ഓരോ തവണയും നമ്മുടെ മനസ്സ് ഓരോ രീതിയിൽ തുടിക്കുന്നതെന്ന്? ചിലപ്പോൾ ആ വലിയ ഗോപുരവാതിൽ കടക്കുമ്പോൾ അളവറ്റ ആനന്ദം തോന്നും. എന്നാൽ മറ്റൊരു ദിവസം അതേ മുറ്റത്ത് നിൽക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. പലതവണ മതിയാവോളം കണ്ട ഭഗവാന്റെ രൂപം, ഒരേ വഴിപാടുകൾ, ഒരുപാട് തവണ കണ്ടിട്ടും മാറിമറിയുന്ന പലവിധം മുഖങ്ങൾ. എന്നിട്ടും ഓരോ ദർശനവും നമുക്ക് നൽകുന്നത് തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. അതൊരു വലിയ രഹസ്യമാണ്. ഭക്തിയുടെയും ആത്മീയതയുടെയും നമ്മൾ ഇതുവരെ തിരിച്ചറിയാത്ത ഒരു വലിയ രഹസ്യം. നമ്മൾ ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നടന്നു കയറുന്നത് യുഗങ്ങളായി മന്ത്രധ്വനികളാൽ ഉണർത്തപ്പെട്ട ഒരു പുണ്യഭൂമിയിലേക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെ മണിനാദം കേൾക്കുമ്പോൾ ഉള്ളിലൊരു പ്രത്യേകതരം പ്രകമ്പനം അനുഭവപ്പെടുന്നത്. അത് നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളും ആ ക്ഷേത്രത്തിലെ ചൈതന്യവും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോ ദിവസവും ഓരോ ഭാവങ്ങളാണ്. ഒരു ദിവസം നമ്മൾ വരുന്നത് സങ്കടഭാരത്തോടെയാകാം, മറ്റൊരു ദിവസം നന്ദി പറയാനാകാം. നമ്മുടെ ഈ മാനസികാവസ്ഥ മാറുന്നതനുസരിച്ച് ആ മഹാക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന അനുഗ്രഹവും മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിലെ ഭക്തിയുടെ അളവ് മാറുന്നതിനനുസരിച്ചാണ് ഓരോ ദർശനവും വ്യത്യസ്തമാകുന്നത്. ഒരേ പുഴയിൽ നമ്മൾ എത്ര തവണ മുങ്ങിയാലും ഓരോ തവണയും തൊടുന്നത് പുതിയ വെള്ളത്തിലാണെന്ന് പറയാറില്ലേ? അതുപോലെയാണ് ക്ഷേത്രദർശനവും. അവിടെ ഭഗവാന് മുന്നിൽ നിൽക്കുമ്പോൾ ആ നിമിഷം നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ശാന്തമാണോ അത്രത്തോളം ആഴത്തിൽ നിങ്ങൾക്ക് ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ചിലപ്പോൾ ആ വിഗ്രഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ കണ്ണ് തുറന്നു പിടിക്കാൻ തോന്നും, ആ തേജസ് ആവോളം നുകരാൻ. എന്നാൽ ചിലപ്പോൾ അറിയാതെ മിഴികൾ പൂട്ടിപ്പോകും, ഉള്ളിലെ ദൈവീകതയെ അനുഭവിച്ചറിയാൻ. ഇതിനെയാണ് ദർശനമെന്ന് വിളിക്കുന്നത്. ദർശനമെന്നാൽ വെറുതെ കാണുക എന്നു മാത്രമല്ല, ആ ദൈവീകതയെ ഉള്ളം കൊണ്ട് തൊട്ടറിയുക എന്നാണ് അർത്ഥം. പുരാതനമായ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകൾ നൂറ്റാണ്ടുകളായി അവിടെ അർപ്പിക്കപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസവുമാണ്. ഭക്തിയോടെ ചൊല്ലിയ കോടിക്കണക്കിന് മന്ത്രങ്ങൾ ആ വിഗ്രഹത്തെ ഒരു ജീവനുള്ള ചൈതന്യമാക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ആ നടപ്പന്തലിലൂടെ നടക്കുമ്പോൾ നിങ്ങളുടെ പാദങ്ങൾ സ്പർശിക്കുന്നത് ആ പുണ്യത്തിലാണ്. ഓരോ തവണയും നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളൊരു പുതിയ മനുഷ്യനാണ്. നിങ്ങളുടെ ചിന്തകൾ മാറിയിരിക്കുന്നു, നിങ്ങളുടെ കർമ്മങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ടുതന്നെ ആ മാറ്റത്തിനനുസരിച്ചുള്ള ഒരു പ്രതിഫലനമാണ് ഓരോ തവണയും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ചിലപ്പോൾ പ്രസാദം വാങ്ങുമ്പോൾ കിട്ടുന്ന ആ തുളസീദളത്തിന്റെ ഗന്ധം പോലും പഴയതിനേക്കാൾ തീവ്രമായി തോന്നുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭക്തി കൂടുതൽ തെളിഞ്ഞതുകൊണ്ടായിരിക്കാം. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്തെങ്കിലും ചോദിക്കാൻ മാത്രമാകരുത്, മറിച്ച് അവിടെ നിലനിൽക്കുന്ന ആ വലിയ ശാന്തിയിൽ നമ്മളെത്തന്നെ ഒന്ന് ലയിപ്പിക്കാനായിരിക്കണം. ആ വലിയ ആൽമരത്തിന്റെ തണലിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന തണുപ്പ് തലമുറകളായി അവിടെ പ്രാർത്ഥിച്ചുപോയവരുടെ സുഹൃതമാണ്. വഴിപാടുകൾ നടത്തുന്നതിലല്ല കാര്യം, ആ നാലമ്പലത്തിനുള്ളിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം സ്വയം മറക്കുന്നു എന്നതിലാണ്. നിങ്ങൾ നിങ്ങളെത്തന്നെ പൂർണ്ണമായും ആ ചൈതന്യത്തിന് സമർപ്പിക്കുമ്പോൾ ആ നിമിഷം നിങ്ങൾ അനുഭവിക്കുന്നത് ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുതിയ അനുഭൂതിയായിരിക്കും. ഓരോ പ്രാവശ്യവും നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുന്നത് വല്ലാത്തൊരു ഭാരം കുറഞ്ഞ മനസ്സോടെയാണ്. പുറത്തെ തിരക്കുകളിലേക്കും ബഹളങ്ങളിലേക്കും തിരികെ പോകുമ്പോഴും ഉള്ളിലെവിടെയോ ആ ശ്രീകോവിലിനുള്ളിലെ വിളക്കിന്റെ വെളിച്ചം ബാക്കിയുണ്ടാകും. ഓർക്കുക, ക്ഷേത്രം മാറുന്നില്ല, ദൈവം മാറുന്നില്ല, മാറുന്നത് നമ്മളാണ്. നമ്മൾ എത്രത്തോളം തെളിയുന്നുവോ അത്രത്തോളം തെളിച്ചത്തോടെ ആ ചൈതന്യം നമ്മുടെ ഉള്ളിൽ പ്രതിഫലിക്കും. അടുത്ത തവണ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒന്നും ചോദിക്കാതെ കണ്ണുകൾ അടച്ച് വെറുതെ അവിടെ ഒന്ന് നിന്നു നോക്കൂ. അന്നത്തെ അനുഭവം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. കാരണം ഓരോ ദർശനവും ഒരു പുനർജന്മമാണ്. ദൈവത്തിലേക്ക് നമ്മൾ നടത്തുന്ന ദൂരമില്ലാത്ത ഒരു യാത്രയുടെ തുടർച്ചയാണ്. പോയി വരുന്നത് ഒരേ ഇടത്തേക്കാണെങ്കിലും തിരിച്ചുവരുന്നത് പുതിയൊരു മനുഷ്യനായിട്ടായിരിക്കും. ആ മാറ്റത്തിലാണ് ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്നത്.